മറ്റൊരു വാർത്ത പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ തമ്മിൽ തല്ല് കുറയുന്നില്ല. തർക്കം സാന്ദ്ര തോമസുമായി ബന്ധപ്പെട്ട തർക്കം പുതിയ തലത്തിലേക്ക് പോവുകയാണ്. സാന്ദ്ര തോമസിനെതിരെ നേരത്തെ ബിസിനസ് പാർട്ട്ണറായിരുന്ന ഫ്രൈഡേ ഫിലിംസിൻ്റെ ഓണർമാരായിരുന്നു സാന്ദ്രയും നമുക്കറിയാം വിജയ് ബാബുവും. ഇപ്പോൾ വിജയ് ബാബു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സാന്ദ്രയ്ക്കെതിരെ രംഗത്ത് വന്ന പശ്ചാത്തലമുണ്ട്. നിർമ്മാതാക്കളുടെ സംഘടനയിലേക്ക് സാന്ദ്രയ്ക്ക് മത്സരിക്കാൻ യോഗ്യതയില്ലെന്നാണ് വിജയ് ബാബു പറയുന്നത്. ഫ്രൈഡേ ഫിലിം ഹൗസിനാണ് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിച്ചതെന്നും വ്യക്തിക്കല്ലെന്നും വിജയ് ബാബു പറയുന്നു. എന്നാൽ തനിക്ക് സർട്ടിഫിക്കറ്റ് ലഭിച്ചുവെന്ന അവകാശവാദവുമായി സാന്ദ്രയും രംഗത്തെത്തി. ചിലരുടെ കുതന്ത്രങ്ങൾ മറനീക്കി പുറത്തു വരികയാണ് എന്നാണ് സാന്ദ്രയുടെ ഇതുമായി ബന്ധപ്പെട്ട വിവരം. നവമി ചേരുകയാണ്. നവമി, ഇതിപ്പോൾ തർക്കം നാളെയാണ് ഇതുമായി ബന്ധപ്പെട്ട കോടതിയുടെ തീരുമാനം വരാനിരിക്കുന്നത്. നമ്മൾ സാന്ദ്രയുമായി സംസാരിച്ചിരുന്നു. സാന്ദ്ര തൽക്കാലം ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്നാണ് പറഞ്ഞത്. ഈ പോര് അത് ഇപ്പോഴും മൂർച്ഛിക്കുകയാണല്ലേ? രഞ്ജിത്ത്, സാന്ദ്ര തോമസിനായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നേരത്തെ തന്നെ സാന്ദ്രയുടെ പത്രിക തള്ളിയിരുന്നു. അതിന് പ്രധാനമായി വരണാധികാരി പറയുന്ന കാര്യം 3 സർട്ടിഫിക്കറ്റ്, സെൻസർ സർട്ടിഫിക്കറ്റ് സ്വന്തം പേരിൽ വേണം, എങ്കിൽ മാത്രമേ ഒരു നിർമ്മാതാവിന് ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ്. പക്ഷേ സാന്ദ്ര തുടക്കം മുതൽ പറയുന്നത് താൻ 10ഓളം സിനിമകൾ ചെയ്തതാണ്. അത് മറ്റൊരു പ്രൊഡക്ഷൻ ഹൗസിന്റെ കീഴിലാണെങ്കിൽ പോലും സെൻസർ സർട്ടിഫിക്കറ്റിൽ അതിൽ തന്റെ പേരാണുള്ളതെന്ന ആദ്യം മുതൽ തന്നെ സാന്ദ്ര അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആ സെൻസർ സർട്ടിഫിക്കറ്റ് അടക്കം കാണിച്ചിരുന്നു. അത് നമ്മൾ പരിശോധിക്കുമ്പോൾ സാന്ദ്ര തോമസിന്റെ പേരിൽ തന്നെയാണ് ആ സെൻസർ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തിരിക്കുന്നത്. ഒപ്പം ഫ്രൈഡേ ഫിലിംസ്, ബ്രാക്കറ്റിൽ ഫ്രൈഡേ ഫിലിംസ് എന്ന് എഴുതിയിട്ടുമുണ്ട്. ബൈലോ പ്രകാരം ഈ പ്രൊഡക്ഷൻ ഹൗസ് തന്നെ വേണമെന്നില്ല, സെൻസർ സർട്ടിഫിക്കറ്റിൽ നിർമ്മാതാവിന്റെ പേരുണ്ടായാൽ മതി എന്നാണ് ബൈലോ പ്രകാരം. അതുകൊണ്ട് തന്നെയാണ് സാന്ദ്ര പറയുന്നത് തന്നെ മനഃപൂർവ്വം താൻ ഇതിന്റെ സ്ഥാനത്ത് വരാനോ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നാൽ അത് മറ്റ് നിർമ്മാതാക്കൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും, തനിക്കെതിരെ വലിയൊരു ഗൂഢാലോചന നടക്കുന്നു എന്ന് തന്നെയായിരുന്നു സാന്ദ്ര തുടക്കം മുതൽ പറഞ്ഞത്. ഇന്നലെ പോലും ലിസ്റ്റിൻ സ്റ്റീഫനും സാന്ദ്ര തോമസിനെ കടുത്ത രൂക്ഷമായിട്ടുള്ള രീതിയിൽ വിമർശിച്ചിരുന്നു. അതിനൊക്കെ മറുപടി സാന്ദ്ര തോമസ് നൽകിയിരുന്നു. ഇന്നിപ്പോൾ വിജയ് ബാബു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്പസമയം മുമ്പ് ഇട്ടിരിക്കുകയാണ്. അതിൽ പറയുന്നത് 2016 കമ്പനിയിൽ നിന്നും സാന്ദ്ര രാജിവെക്കുകയും തന്റെ ഷെയറുകൾ പിൻവലിക്കുകയും ചെയ്തതാണ്. അത് തന്റെ ഷെയറുകൾ മാത്രമല്ല, അതിൽ കൂടുതലോ സാന്ദ്ര പിൻവലിച്ചിട്ടുണ്ടെന്നൊരു പരോക്ഷ വിമർശനം കൂടി ആ പോസ്റ്റിൽ പറയുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഫ്രൈഡേ ഫിലിംസ് ഹൗസിന്റെ പ്രതിനിധീകരിച്ച് സാന്ദ്ര തോമസിന് മത്സരിക്കാൻ അവകാശമില്ല എന്നാണ് വിജയ് ബാബു പറഞ്ഞിരിക്കുന്നത്. മറിച്ച് വ്യക്തിക്കല്ല, കമ്പനിക്കാണ് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകുന്നത് എന്നുകൂടി വിജയ് ബാബു തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. ഇതിന് മറുപടിയായി ഇത് കോടതി തീരുമാനിക്കട്ടെ എന്നുകൂടി വിജയ് ബാബു പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിന് മറുപടിയായി സാന്ദ്ര തോമസ് മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായി പറയുന്നത് താൻ ഈ ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിലാണ് അല്ലെങ്കിൽ ഫ്രൈഡേ ഫിലിംസിൽ തനിക്ക് അവകാശമുണ്ടെന്ന് സാന്ദ്ര തോമസ് എവിടെയും അവകാശപ്പെട്ടിട്ടില്ല. അവർ പറയുന്നത് തന്നെ ഫ്രൈഡേ ഫിലിംസിൽ നിന്നും താൻ മാറിയിട്ടുണ്ട്, പക്ഷേ സെൻസർ സർട്ടിഫിക്കറ്റിലുള്ള തന്റെ പേര് മാറ്റിയിട്ടില്ല, അത് മറ്റാർക്കും കൊടുത്തിട്ടുമില്ല എന്ന് തന്നെയാണ് സാന്ദ്ര തോമസ് തുടക്കം മുതൽ പറയുന്നത്. ഒപ്പം ഈ സർട്ടിഫിക്കറ്റ് തന്റെ പേരിലാണെന്ന തെളിവുകളടക്കം സാന്ദ്ര തോമസ് നിരത്തിയിട്ടുണ്ട്. ഇങ്ങനെ ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്നവർ സൂക്ഷ്മത പുലർത്തിയാൽ സമൂഹത്തിൽ അപഹാസ്യരാകാതിരിക്കുമെന്ന പരിഹാസം കൂടി വിജയ് ബാബുവിന് നൽകുന്നുമുണ്ട്. വിജയ് ബാബു പറയുന്നത് സാന്ദ്ര തോമസ് ഈ ഫ്രൈഡേ ഫിലിംസിന്റെ ഭാഗമല്ല, അതിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട്, അതിന്റെ പണമടക്കം തിരിച്ച് വാങ്ങിയിട്ട് തന്നെയാണ് സാന്ദ്ര തോമസ് പുറത്തേക്ക് പോയതെന്നാണ് വിജയ് ബാബു പറയുന്നത്. സാന്ദ്ര തോമസ് ഇതിന് തക്ക മറുപടി നൽകിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും സാന്ദ്ര തോമസും നിർമ്മാതാക്കളും തമ്മിലുള്ള തർക്കം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കും, പ്രസിഡന്റ് സ്ഥാനത്ത് തന്നെ മത്സരിക്കും, അതിന്റെ അധികാരത്തിലെത്തുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ സാന്ദ്ര തോമസ്. ശരി നവമി, ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അങ്ങനെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ തർക്കം അത് പല തലങ്ങളിലേക്ക് കടക്കുകയാണ്. ഇതിനിടെ ഈ കേസുമായി കോടതിയിലാണ് കേസ്. ഇതിൻ്റെ തീരുമാനം നാളെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്.